മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. റോഡ് ആക്സിഡൻറ്റ്, റെയിൽ ആക്സിഡൻറ്റ്, എയർ ആക്സിഡൻറ്റ്സ്, ഓയിൽ സ്പില്ലൊക്കെ. അതായത് മനുഷ്യൻ്റെ ഇടപെടലുകൊണ്ടുണ്ടാവുന്ന ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത വസ്തുക്കളുകൊണ്ടുണ്ടാവുന്ന ആപത്തുകൾ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള അടുത്ത ഒന്നാണ് ബിൽഡിംഗ് കൊളാപ്സ്. കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നുണ്ടാവുന്ന ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ നോക്കാം. ഒന്ന്, ബാഡ് ഡിസൈൻ, അതായത് ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്നിടത്തുള്ള പോരായ്മ. ദെൻ ഫോൾട്ടി കൺസ്ട്രക്ഷൻ, തെറ്റായ നിർമ്മാണ രീതികൾ, അല്ലെ ഉറപ്പ് കുറഞ്ഞതും അല്ലെങ്കിൽ കോൺക്രീറ്റൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ക്വാളിറ്റി കുറച്ച് ചെയ്യുന്നതൊക്കെ. ദെൻ ഫൗണ്ടേഷൻ ഫെയിലർ, കൃത്യമായി ഫൗണ്ടേഷൻ നടത്താത്തത്, അടിത്തറ ഉറപ്പില്ലാതെയൊക്കെ ആകുമ്പോഴൊക്കെ എന്ത് ചെയ്യും, ബിൽഡിംഗ് കൊളാപ്സിന് കാരണമാകുന്നു. ദെൻ എക്സ്ട്രാ ഓർഡിനറി ലോഡ്സ്, താങ്ങാവുന്നതിനും അപ്പുറം എന്ത് ചെയ്യുക, ലോഡ്സ് അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ ഉയരമൊക്കെ കൂട്ടി നിർമ്മിക്കുന്നതൊക്കെ എന്തിന് കാരണമാവും, ബിൽഡിംഗ് കൊളാപ്സിന് കാരണമാവും. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ബാഡ് ഡിസൈൻ, ഫോൾട്ടി കൺസ്ട്രക്ഷൻ, ഫൗണ്ടേഷൻ ഫെയിലിയർ, എക്സ്ട്രാ ഓർഡിനറി ലോഡ്സ്. ദെൻ നെക്സ്റ്റ് വൺ, വാർ. അടുത്തൊരു ഡിസാസ്റ്ററാണ് വാർ, യുദ്ധം. നമുക്കറിയാം അതിൻ്റെ പല കാരണങ്ങളും, അല്ലേ. ഫോർ എക്കണോമിക് ഗെയിൻ, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ യുദ്ധം നടത്താറുണ്ട് രാജ്യങ്ങൾ തമ്മിൽ. ദെൻ ടെറസ്ട്രിയൽ ഗെയിൻ, ഒരു ഭൂപ്രകൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിർത്തി തർക്കം, അല്ലേ, അതിർത്തി മാറ്റി നിർണ്ണയിക്കാനൊക്കെ എന്ത് നടത്താറുണ്ട്, യുദ്ധം നടത്താറുണ്ട്. ദെൻ റിലീജിയൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവാറുണ്ട്, ചിലപ്പോൾ യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. ദെൻ നാഷണലിസം, ദേശീയതയുടെ ഭാഗമായിട്ട്, നാഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് യുദ്ധം ഉണ്ടാവാറുണ്ട്. ദെൻ റിവെഞ്ച്, പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവാറുണ്ട്, യുദ്ധം. അപ്പോൾ വാർ കോസസ് ആണ് ഫോർ എക്കണോമിക് ഗെയിൻ, ടെറസ്ട്രിയൽ ഗെയിൻ, റിലീജിയൻ, നാഷണലിസം, റിവെഞ്ച്. അതിൻ്റെ എഫക്ട്സ് എന്താണെന്ന് നോക്കാം. എക്കണോമിക് ഗെയിനിന് വേണ്ടി നടത്തുകയാണെങ്കിലും എന്താണ് അതിൻ്റെ എഫക്ട്സ്, ചില രാജ്യങ്ങൾക്ക് അതെന്താവും, എക്കണോമിക് ലോസ് ആവാം, സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാം. ദെൻ ഡെത്ത്, മരണം, ഇഞ്ചുറി. ദെൻ മാൽന്യൂട്രീഷൻ. ദെൻ ഇൽനെസ്, അസുഖങ്ങൾ. ദെൻ സ്ട്രെസ് ആൻഡ് ഡിപ്രഷൻ, മാനസിക പിരിമുറുക്കത്തിനൊക്കെ എന്ത് കാരണമാവും, യുദ്ധം കാരണമാകുന്നു. മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ പോഷകാഹാരക്കുറവ്. ഇത് സാമ്പത്തികമായ നഷ്ടമൊക്കെ വരുമ്പോൾ പല ഭാഗങ്ങളിൽ എന്ത് ചെയ്യും, കൃത്യമായി ഭക്ഷണം ഒന്നും എത്താത്ത അവസ്ഥയൊക്കെ വരും. അതൊക്കെ അതിൻ്റെ എഫക്ട്സ് ആണ്. അപ്പോൾ വാറ് കാരണങ്ങൾ, കോസസ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, ഫോർ എക്കണോമിക് ഗെയിന്, ടെറസ്ട്രിയൽ ഗെയിന്, റിലീജിയൻ, നാഷണലിസം, റിവെഞ്ച്. ദെൻ എഫക്ട്സ്, എക്കണോമിക് ലോസ്, ഡെത്ത്, ഇഞ്ചുറി, മാൽന്യൂട്രീഷൻ, ഇൽനെസ്, സ്ട്രെസ് ആൻഡ് ഡിപ്രഷൻ. ദെൻ നെക്സ്റ്റ് വൺ, എക്സ്പ്ലോഷൻ, സ്ഫോടനം. An explosion is the rapid increase in volume and the release of energy in an extreme manner. ഇപ്പോൾ എന്തെങ്കിലും സൂക്ഷിച്ച് വെച്ച സാധനമൊക്കെ പൊട്ടിത്തെറിക്കില്ലേ, അതാണ് എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ഇൻക്രീസ് ഇൻ വോളിയം പെട്ടെന്ന് കൂടുക, പിന്നെന്താണ് ഹൈ എമൗണ്ടിൽ എന്ത് ചെയ്യുക, എനർജി റിലീസ് ചെയ്യുക, അതിനാണ് എന്ത് പറയുക, എക്സ്പ്ലോഷൻ എന്ന് പറയാം. An explosion is the rapid increase in volume and the release of energy in an extreme manner. അപ്പോൾ എക്സ്പ്ലോഷൻസ് പല ടൈപ്സ് ഉണ്ട്. ഒന്ന് നാച്ചുറൽ എക്സ്പ്ലോഷൻ. എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഉണ്ടാകുന്നു. ഇപ്പോൾ വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനം, നാച്ചുറൽ എക്സ്പ്ലോഷൻ എക്സാമ്പിളാണ്. ആസ്ട്രോണോമിക്കൽ എക്സ്പ്ലോഷൻ, ബഹിരാകാശത്തുണ്ടാകുന്ന സ്ഫോടനങ്ങൾ. ഓക്കെ, സ്റ്റാറൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, എക്സ്പ്ലോഷൻ സംഭവിക്കാം, അതാണ് ആസ്ട്രോണോമിക്കൽ എക്സ്പ്ലോഷൻ. ദെൻ കെമിക്കൽ എക്സ്പ്ലോഷൻ, കെമിക്കൽസിനുണ്ടാകുന്ന സ്ഫോടനം. ദെൻ മെക്കാനിക്കൽ എക്സ്പ്ലോഷൻ, എന്തെങ്കിലും ഹൈ പ്രഷറിലൊക്കെ സൂക്ഷിച്ചിട്ടുള്ള സാധനം പൊട്ടിത്തെറിക്കുന്നതൊക്കെ എന്താണ്, മെക്കാനിക്കൽ എക്സ്പ്ലോഷനാണ്.
ദെൻ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, ന്യൂക്ലിയർ റിയാക്ഷൻ ഉണ്ടാകുന്ന സ്ഫോടനങ്ങൾ. ഓക്കെ, അപ്പോൾ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ എക്സ്പ്ലോഷൻ ഈസ് ദ റാപ്പിഡ് ഇൻക്രീസ് ഇൻ വോളിയം ആൻഡ് ദ റിലീസ് ഓഫ് എനർജി ഇൻ ആൻ എക്സ്ട്രീം മാനർ. അതിൻ്റെ ടൈപ്സ് ആണ് നാച്ചുറൽ എക്സ്പ്ലോഷൻ, ആസ്ട്രോണോമിക്കൽ എക്സ്പ്ലോഷൻ, കെമിക്കൽ എക്സ്പ്ലോഷൻ, മെക്കാനിക്കൽ എക്സ്പ്ലോഷൻ ആൻഡ് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ. ഇനി അതിൽ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എന്താ നോക്കാം. Nuclear explosion occurs as a result of the rapid release of energy from a nuclear reaction. അതായത് ന്യൂക്ലിയർ റിയാക്ഷൻ്റെ ഫലമായി എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ ഉണ്ടാവുന്ന റാപ്പിഡ് റിലീസ് ഓഫ് എനർജിയാണ് നമ്മളെന്ത് പറയുക, ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ. അതിൻ്റെ കോസസ് എന്തൊക്കെയെന്ന് നോക്കാം. ഡ്യൂ ടു ആക്സിഡൻറ്റ് ഇൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് നിങ്ങൾക്കറിയാം, ന്യൂക്ലിയർ റിയാക്ഷൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവുകയാണ്, ഇലക്ട്രിസിറ്റി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിനെയാണ് എന്ത് പറയുക, ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഓക്കെ, ഡ്യൂ ടു അവിടെ ഉണ്ടാകുന്ന ആക്സിഡൻറ്റ്, ഡ്യൂ ടു ആക്സിഡൻറ്റ് ഇൻ ന്യൂക്ലിയർ, ക്ലിയർ AR എന്നാണ്, T അല്ല, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, ഡ്യൂ ടു ആക്സിഡൻറ്റ് ഇൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്. ദെൻ ന്യൂക്ലിയർ ടെസ്റ്റ് ഓർ എക്സ്പെരിമെൻറ്റ്. ന്യൂക്ലിയർ ടെസ്റ്റുകളൊക്കെ നടത്തും അല്ലേ, അപ്പോൾ ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തും. അതിൻ്റെ ഫലമായിട്ടൊക്കെ എന്തുണ്ടാവും, റേഡിയേഷൻസ് പുറത്തു വരും. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ്റെ പെടുന്നതാണ്. ദെൻ മിലിറ്ററി ഓപ്പറേഷൻ, ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യും ആയുധങ്ങളിലെ മിലിറ്ററി ഓപ്പറേഷൻസ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടൊക്കെ ബോംബ് സ്ഫോടനം ന്യൂക്ലിയർ എക്സ്പ്ലോഷന് എക്സാമ്പിളാണ്. അപ്പോൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ occurs as a result of the rapid release of energy from a nuclear reaction due to accident in nuclear power plant. പിന്നെ ന്യൂക്ലിയർ ടെസ്റ്റ് ഓർ എക്സ്പെരിമെൻറ്റ്, മിലിറ്ററി ഓപ്പറേഷൻ. ഇനി അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ്? ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ്റെ ഫലമായിട്ട് റേഡിയേഷൻസ് ഉണ്ടാവും അല്ലേ, പിന്നെ ആ സ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് തന്നെ എന്തുണ്ടാവും, പെട്ടെന്ന് എന്ത് ചെയ്യും, മരണപ്പെടാം, ദാറ്റ് ഈസ് ഡെത്ത്. പിന്നെ റേഡിയേഷൻ ക്യാൻസറിന് കാരണമാകുന്നു, ലീഡ്സ് ടു ക്യാൻസർ. ദെൻ കാർഡിയോവാസ്കുലർ ഡിസീസസ്, അതായത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ. ദെൻ ഡാമേജ് ടു പ്ലാന്റ് ടിഷ്യൂസ്, സസ്യങ്ങൾക്ക് എന്തുണ്ടാവും, കേടുകൾ സംഭവിക്കാം. അത്രയാണ് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ. അപ്പോൾ എന്തൊക്കെയാണ് നോക്കിയത്? ഫസ്റ്റ് വൺ, ബിൽഡിംഗ് കൊളാപ്സ്, അതിൻ്റെ കാരണങ്ങൾ ബാഡ് ഡിസൈൻ, ഫോൾട്ടി കൺസ്ട്രക്ഷൻ, ഫൗണ്ടേഷൻ ഫെയിലിയർ, എക്സ്ട്രാ ഓർഡിനറി ലോഡ്സ്. ദെൻ നെക്സ്റ്റ് വാർ, അതിൻ്റെ കാരണങ്ങൾ ഫോർ എക്കണോമിക് ഗെയിനിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ഗെയിനിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിലീജിയൻ്റെ പരമായിട്ടുള്ള യുദ്ധം, നാഷണലിസത്തിൻ്റെ ഫലമായി, അല്ലെങ്കിൽ റിവെഞ്ച് പ്രതികാരത്തിൻ്റെ ഫലമായി. ദെൻ എഫക്ട്സ് എക്കണോമിക് ലോസ്, ഡെത്ത്, ഇഞ്ചുറി, മാൽന്യൂട്രീഷൻ, ഇൽനെസ്, സ്ട്രെസ് ആൻഡ് ഡിപ്രഷൻ. ദെൻ നെക്സ്റ്റ് വൺ, എക്സ്പ്ലോഷൻ. An explosion is the rapid increase in volume and the release of energy in an extreme manner. പെട്ടെന്നുള്ള വോളിയത്തിലുള്ള ഇൻക്രീസും ആ എനർജി റിലീസിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സ്പ്ലോഷൻ എന്ന് പറയാം. അതിൻ്റെ ടൈപ്സ് ആണ് നാച്ചുറൽ, ആസ്ട്രോണോമിക്കൽ, കെമിക്കൽ, മെക്കാനിക്കൽ, ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ. ദെൻ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ. ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ occurs as a result of the rapid release of energy from a nuclear reaction. അതിൻ്റെ കാരണം ഡ്യൂ ടു ആക്സിഡൻറ്റ് ഇൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്. ദെൻ ന്യൂക്ലിയർ ടെസ്റ്റ് ഓർ എക്സ്പെരിമെൻറ്റ് ഓർ മിലിറ്ററി ഓപ്പറേഷൻ. അതിൻ്റെ എഫക്ട്സ് ഡെത്ത്, ലീഡ്സ് ടു ക്യാൻസർ, കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഡാമേജ് ടു പ്ലാന്റ് ടിഷ്യൂസ്. ഓക്കെ, താങ്ക് യു.